നമസ്കാരം. എൻ്റെ പേര് അർഫാസ്. ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റാണ്. ആ ഡെബ്യൂട്ടൻ മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും. അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും. അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബിഗിനിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സീ അർഫാസ്, ഐ സീ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രഗ്നന്റ്, മാരേജ് ഹാപ്പൻഡ് ആൻഡ് സംഹൗ ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പം പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ 9th month. എൻ്റെ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. എന്തോട് ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനിബഡി എൽസ്. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി. ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ്. ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു. അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല. I think it has come out okay, but it was a very a moment that I would always cherish. And talking about this film, yes, of course, I miss my co-stars Asif and Sharafuddin. ട്യൂണീഷ്യയിലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോർ ഫെദർ ടു ദ ക്യാപ്പ് ആയിരിക്കും ഈ ക്യാരക്ടർ. ആൻഡ് ഇത് അർഫാസിക് സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്ഡ് എനിക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ജിത്തു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടോൾഡ് മീ സ്ക്രിപ്റ്റ് എഴുതുമ്പം അർഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി. ബിക്കോസ് ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ്. ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫിലിം. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റേതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days വി ഹവ് ഗിവൺ അവർ ബെസ്റ്റ്. എല്ലാവരും ഇതിൻ്റെ DOP അപ്പു പ്രഭാകർ, ഹീസ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ്. ആൻഡ് ദെൻ ഓൾ ദി അതർ ടെക്നീഷ്യൻസ്, ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ, ദെൻ മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ, ലൈക്ക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ്, പ്രൊഡക്ഷൻ, എവ്രിബഡി ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുമെന്ന് അറിയത്തില്ല.
ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണർ ആണത്. ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് ആർ ഫിലിം ഓൾസോ. And biggest thanks to Ramesh Pillai sir, our producer, who has been backing our film, and sir inde aduthunnu huge support aanu inginthe oru film Tunisia like she said first padam nammalana shoot cheyyunnathu appam adindeyaya ella supportum sir inde aduthu undayirunnu. So yeah, I hope we have a good film, and I hope God's blessings is also upon us, and എന്തായാലും റിലീസിന് ഇനി I think this is my last event before my delivery, I hope so. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. I would be missing it because ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ആൻഡ് വർക്കിംഗ് വിത്ത് അർഫാസ്, ഹീസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ. ജിത്തു സാറിൻ്റെ master brain or right hand or whatever, like we have seen his contribution to the film le thanne. And Arfasne polte oru director inde debut film le lead actor avan സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് because he has a great future. He is so talented and എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് he was really pushing all of us ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ. ഇപ്പോൾ ആസിഫ് ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ ഹി വുഡ് റിയലി പുഷ് അസ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ അസ് ആസ് ആക്ടേഴ്സ്. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് അർഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിൻ്റെ ഡെബ്യൂയുടെ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ എം വിഷിംഗ് our film level cross, and എല്ലാവർക്കും all the best, and thank you so much for coming here and supporting us. എനിക്ക് തോന്നുന്നു ശ്വേതാമേനോന് ശേഷം നമ്മളെയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് എന്താണ് സത്യം പറഞ്ഞാൽ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്ര ആക്റ്റീവ് നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പോൾ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, അപ്പം അതും എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസാവുന്നു, പ്രൊമോഷൻസ്, ഇവൻറ്റ്സ്, അപ്പോൾ അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഐ എം ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആടുജീവിതം, അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിങ്, ഇതും മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിങ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിൽ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സഹാറ ഡെസേർട്ടിൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലസേറിനൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിൻ്റെ വളരെ കുറച്ച് ഞങ്ങൾ അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, അർഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇൻറ്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. ഇവിടെ ആരും എതിര് പറയത്തില്ല. പക്ഷേ സർ പറഞ്ഞല്ലോ, അപ്പൊ അമലാപോളിനെ തന്നെ കണ്ടിട്ടാണ് ഈ സിനിമ എഴുതിയത്. അപ്പൊ അമലാപോൾ എന്ന് പറയുന്ന നടീനെ എത്രമാത്രം എന്താ പറയുക ചാലഞ്ചിങ് ആക്കുന്നുണ്ട് ഇതിലെ സ്ത്രീ കഥാപാത്രം? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നത് ലൈക്ക് സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് ദ ബ്ലെസ്സിങ്, ആൻഡ് താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ, ഇതെൻ്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെനുവിൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. That is how well she has delivered the performances.
ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാറ ഡെസേർട്ടിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് വാട്ട് ഷീ ഹാസ് ഡൺ ഇസ് ഫോർ യു ഗൈസ് ടു വാച്ച്. വിശാൽ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ വരുന്ന സീതാരാമം ഒറ്റ വർക്ക് മതി. അപ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ചെയ്യുന്ന ഫിലിം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? എൻ്റെ ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഫസ്റ്റ് ഡെബ്യൂ മൂവിയുടെ സിഗ്നേച്ചർ ഇടുക. அது எனக்கு என்னன்னா மலையாளம் மியூசிக்கோட ஐ லவ் மலையாளம் மியூசிக் அண்ட் எனக்கு வந்து அது வந்து நேச்சுரலாக ஐ திங்க் ஐ ஃபிட் இன் வித் த ஈத்தோஸ் ஆஃப் மலையாளம் மியூசிக். பிகாஸ் அதில் வந்து எனக்கு வந்து கிளாசிக்கலும் இருக்குது, அட் த சேம் டைம் ஒரு ஃபியூஷன் ஸ்டைல் தான் இருந்து. ஸோ அதில் வந்து நான் நேச்சுரலாக ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்குது. அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது. பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார். ஸோ நானும் நல்லா ஹிந்தி பேசுவேன். அண்ட் இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல வேண்டாம். படம் பார்த்தேன், படம் வந்து செல்ஃப் எக்ஸ்பிளனேட்டரியாக இருந்தது, ரொம்ப ஈஸியாக இருந்தது ஒர்க் பண்ணுறதுக்கு. அட் த சேம் டைம் அவர் கூடயே இருந்தார் ஒர்க் பண்ணும்போது. ஸோ பக்கத்துலேயே தான் உட்காந்துட்டு இருந்தார். ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவில் போனோம். இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஒர்க்கிங் வித் இட். அண்ட் ஐ எம் வெரி ப்ரவுட் டு பி டூயிங் அ டெபியூ அண்டர் ஹிஸ் டைரக்டர். സാർ ഈ സിനിമയിലൂടെ നമുക്ക് ഇവിടെ സാർ ഈ സിനിമയിലൂടെ നമുക്കൊരു പിന്നണി ഗായികനെ കൂടെ കിട്ടുകയാണല്ലോ, ഒരു പ്ലേ ബാക്ക് സിംഗറിനെ കൂടെ കിട്ടുകയാണല്ലോ. അമല എന്ന് പറയുന്ന ഒരു നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ പ്ലേ ബാക്ക് സിംഗർ അവരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? இல்லை, ஸோ நான் ஆக்சுவலாக ரொம்ப எக்ஸ்பெக்ட் பண்ணல ஃபஸ்ட்டு. பட் ஓகே டேக் போகலாமா அப்படின்னு சொல்லிட்டு உள்ளே போயிட்டு அவங்க உள்ளே போயிட்டு ரெடியாக ஆகிட்டாங்க. அதுக்கப்புறம் ஓகே நான் வந்து இப்படி கேஷுவலாக உட்காந்துருக்கேன், என்ன பாட போகிறேன் அப்படின்னு எடுத்தோடனே வந்து கரெக்ட் நோட் எடுத்தாங்க. அப்பா அப்படின்னு இருந்தது. அதுக்கப்புறம் இந்த ரெக்கார்டிங் ப்ராசஸ் என்னன்னா நான் வந்து சின்ன சின்ன அந்த எக்ஸ்பிரஷன்ஸில் தான் ஒர்க் பண்ணேன். ஸோ அவங்க வந்து நிறைய டப்பிங் பண்ணியிருப்பாங்க. ஸோ அவங்களுக்கு வந்து அந்த டப்பிங் பாயிண்ட் ஆஃப் வியூலேருந்து எக்ஸ்பிளைன் பண்ணி பண்ணேன். ரொம்ப ஈஸியாக புரிஞ்சுக்கிட்டாங்க. ആൻഡ് അതുക്കപ്പുറം ഈസി ആச்சு ഫുൾ. അമല ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ ഇങ്ങനെ ബീങ് ഒരു മദർ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇച്ചിരി പ്രയാസമാണെന്ന് അറിയാം. ഇപ്പോൾ ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഈ 9ാം മാസത്തിൽ പോയിട്ട് ഒരു മലയാളത്തിൽ ഒരു പാട്ട് പാടുക, എൻ്റെ ഒരു പാട്ട് പാടുക, അതും ഒരു സോളോ സോങ് പാടുക എന്ന് പറയുന്നത് എനിക്കറിയാം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ സ്റ്റുഡിയോയിലിരുന്ന് പാടുന്ന ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. അഭിനയിക്കാൻ കുഴപ്പമില്ല, ഇപ്പൊ പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ്, ഇറ്റ്സ് എ ഡാർക്ക് റൂം. ആൻഡ് ഈ പാട്ട് അർഫാസ് എനിക്ക് ആക്ച്വലി 2 പാട്ടാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. ഒരെണ്ണം പയ്യെ പയ്യെ വിച്ച് വാസ് ഔട്ട് ഓൾറെഡി, പിന്നെ ഈ സോങ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. വൈ ഐ പിക്ക് ദിസ് സോങ് ഇസ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാറാണ് ഇതിന്റെ ലിറിക് റൈറ്റർ. ഈസ് എ ബ്രില്യൻറ്റ് ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എൻ്റെ ക്യാരക്ടർ, ഞാൻ ചെയ്തിരിക്കുന്ന ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സിംഗ് ദാറ്റ്, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ആ ഇമോഷൻസ് എല്ലാം ഇതിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ പാടിയാൽ ലേബർ ചിലപ്പോ ഇവിടെ ചെന്ന് നടത്തുന്നു. ഇപ്പൊ വയ്യ, കുറച്ചുകൂടെ ബ്രെത്ത്ലെസ് ഒക്കെ ആയിട്ടിരിക്കുക. Okay, I'll sing just a few lines. എൻ്റെ പിന്നിലെ രൂപം ഒരു ഭീതിയായി പടരേ, ഏതു കോണിലും എന്നെ നിഴലായി
ഞാൻ തിരിഞ്ഞു പിന്നിലേക്കു നോക്കിയൊന്നു നടുങ്ങവേ കണ്ട രൂപം എൻ്റെ രൂപം രണ്ടു പേരും ഒരുവനെ. ഇതിപ്പോ ആസിഫ് അലിയുടെ ഒരു വലിയൊരു മേക്ക് ഓവർ ഈ സിനിമയിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അമല പോളിന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു ഫീമെയിൽ ലീഡിന് വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഹോംവർക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിൻലി ഞങ്ങൾക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റോറി നറേറ്റ് ചെയ്ത് ലൈക്ക് ചില ഫിലിംസ് ഒക്കെ നമ്മൾ ആസ് സൂൺ ആസ് ആ കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. യെസ് യുനോ ലൈക്ക് ആ ഒരു സമയത്ത് എസ്പെഷ്യലി ഓൾസോ അർഫാസിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു. എനിക്ക് ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും ആയിരുന്നു. അപ്പം ഞാൻ ഡ്രെയിൻഡ് ഔട്ട് ആയിരുന്നു. ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ്, ഐ വുഡ് റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ. ആൻഡ് ജിതു സാർ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കഥയും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനത്തെ സീൻസ്, ഇങ്ങനത്തെ സെറ്റിംഗ്, ഇങ്ങനത്തെ സ്റ്റോറി, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ, അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. ആൻഡ് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അർഫാസിൻ്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. അർഫാസ്, എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഇത് ലൈവ് സൗണ്ട് ചെയ്യണം, നമുക്ക് സിംഗ് സൗണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അർഫാസിന് അപ്പം അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ എബ്രോഡാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് കണ്ടീഷൻസ് സിംഗ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ബട്ട് യുനോ അപ്പം ഈ സിംഗ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ആൻഡ് ഞാനും ആസിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്യൂണീഷ്യൽ ആക്ടേഴ്സായിട്ട്. ആൻഡ് ദെൻ ഷറഫുദ്ദീൻ ജോയിൻസ് ലേറ്റർ. അപ്പം യുനോ ഒരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തത്. ഞങ്ങൾ സംസാരിച്ച് ആസ് ആക്ടേഴ്സ് വി ഓൾ സാറ്റ് ടുഗദർ ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ. ആ ക്യാരക്ടർ, ഇപ്പം എൻ്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ആസ് യു കെൻ സീ ഇറ്റ്സ് എ മോഡേൺ ക്യാരക്ടർ. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നും പറയാൻ പറ്റും. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ജേർണിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് അർഫാസായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ്. പിന്നെ ലൈക്ക് ഐ സെഡ് ഈ ഒരു കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് യുനോ ലൈക്ക്. ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ? You don't want to say that? Okay. Can't reveal so much. But കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒത്തിരി കുറേ സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ട് ഇതിൽ. അപ്പം യുനോ ഐ വാസ് ജസ്റ്റ് ബീയിങ് മൈ സെൽഫ്. ലൈക്ക് അവിടെ മേക്കപ്പോ ഹെയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഓൺലി ഡിഡ് മൈ മേക്കപ്പ്. ഹെയർ വാസ് യുനോ ഹൗവർ മൈ ഹെയർ വാസ്. പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി. ഐ വാസ് ജസ്റ്റ് ബീയിങ് ചൈതാലി. യുനോ ലൈക്ക് ഒരു ഫ്ലോ ആയിരുന്നു അത്. ആൻഡ് ആസിഫിനെ കാണുമ്പോൾ ആസിഫായിട്ട് എനിക്ക് തോന്നില്ല പ്രത്യേകിച്ച് ആ പല്ല് കൊണ്ട് ചിരിച്ചു കഴിയുമ്പോൾ ഹി വാസ് ദിസ് ക്യാരക്ടർ. ആൻഡ് സിംഗ് സൗണ്ട് ആയിരുന്നു. സിംഗ് സൗണ്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. സിംഗ് സൗണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ. സിംഗ് സൗണ്ട് ആണെങ്കിൽ ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഡയലോഗ്സ് പറയണം. ഡെലിവറി കറക്റ്റ് ആയിരിക്കണം. അപ്പം there is so much of preparation that goes. ഡബിങ് ആണെങ്കിൽ ആക്ടേഴ്സ് ടെൻഡ് ടു ബി ലിറ്റിൽ ലേസി. ഡബിങ്ങിൽ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ട്. ഒരു 100% എഫേർട്ടാണ് സിംഗ് സൗണ്ടിൽ ഇടേണ്ടത്. അപ്പം അതെല്ലാം ഇറ്റ് ഓൾ ഹെൽപ്ഡ് വെരി മച്ച്. കഴിഞ്ഞ ദിവസം അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ജുമൽ ബോയ്സ് ആണേലും ബ്രഹ്മയുഗം ആണേലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യുക, ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി എന്താണ്? ഐ തിങ്ക് ആ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം is our film ലെവൽ ക്രോസ്. when it will come അത് ആ ഒരു എന്താ പറയാ that will answer the question. മലയാള സിനിമയിലെ നടിമാരെവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും ലെവൽ ക്രോസ്.
യെസ്, ഡെഫിനറ്റ്ലി അങ്ങനെ പ്രതീക്ഷിക്കാം.